Okay, welcome back. Analysis of time series in the part 2 video ആണിത്. Already ഈ 3 methods നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. And the last method of least square problem part എങ്ങനെയാണ് ചെയ്യാമെന്ന് മാത്രം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പോയിസോണും ബൈനോമിയൽ എടുത്തു. പോയിസോണും നോർമൽ ഇനിയും ബാക്കിയാണ്. സോ നമുക്കൊന്ന് ഫാസ്റ്റ്ലി ചെയ്യാം. ഓക്കെ, ഈ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യണം. ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതുകയാണ്. എൻ്റെ അമ്മ എന്ത് ഇക്വേഷൻ ആണോ ഇത്? എന്തെങ്കിലും ഇക്വേഷൻ ആയിക്കോട്ടെ. ഇപ്പം ഞാനിവിടെ എഴുതി. എന്താ ഞാനിവിടെ എഴുതിയ? y is equal to a plus bx. ഇനി എന്തായതൊക്കെ വഴിയെ നമുക്ക് മനസ്സിലായിക്കോളും. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, y ആൻഡ് എക്സ് അത് മാറിക്കൊണ്ടിരിക്കും. ബിക്കോസ് എക്സിൻ്റെ വാല്യൂ ഇതാണെങ്കിൽ വൈ എത്ര, വൈൻ്റെ വാല്യൂ ഇതാണെങ്കിൽ എക്സ് എത്ര. സോ നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിഗ്രഷനിൽ നമ്മൾ ഓൾറെഡി നോക്കിയൊരു സംഭവമാണ്. ഇവിടെയും നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മാത്രം, ബട്ട് വേറൊരു വിധത്തിൽ. സോ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ്. സോ എയും ബിയും കണ്ടുപിടിക്കാൻ വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്. എയും ബിയും കണ്ടുപിടിക്കാൻ ആ ഇക്വേഷനാണ്. എയും ബിയും കണ്ടുപിടിക്കാൻ നമുക്കൊരു 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ 2 ഇക്വേഷനും കൂടെ ഞാനിവിടെ എഴുതട്ടെ. ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ഒന്നും പഠിക്കണ്ടേ, ജസ്റ്റ് ഞാൻ എഴുതുന്നത് നോക്കിയാൽ മതി. ഒരു ഇക്വേഷൻ ഇതാണ്. സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. ഒരു ഇക്വേഷനും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സിഗ്മ നല്ല വൃത്തിക്ക് എഴുതണം. ഇങ്ങനെയാണ് സിഗ്മ. ഇത്ര വളവൊന്നുമില്ല, നേരെ എഴുതണേ. സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. സോ ഈ 2 ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് വേണ്ടത്. ഈ ഇക്വേഷൻ കിട്ടണമെങ്കിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ അറിയണം. എൻ്റെയും ബിൻ്റെയും വാല്യൂ അറിയണമെങ്കിൽ നിങ്ങൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ എയും ബിയും അറിഞ്ഞൂടാ. എയും ബിയും അറിയണമെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇക്വേഷൻ എന്താ ഏതാന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഇതിൽ തന്നെ ഞാനിവിടെ ഒരു സംഭവം എഴുതുവാണ്. ഈഫ് സിഗ്മ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ ചെയ്തിട്ട് 0 ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഈ ഇക്വേഷൻ എൻ എന്നും ആവും. ഈ ഇക്വേഷൻ ബി സിഗ്മ എക്സ് സ്ക്വയർ എന്നും ആവില്ലടോ. ഇവിടെ എന്താ എഴുതിയ? സിഗ്മ എക്സ് 0 ആണെങ്കിൽ, സിഗ്മ എക്സ് 0 എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് 0 ആണെങ്കിൽ ഒരു നമ്പറിനെ 0നെ കൊണ്ട് ഇൻറ്റു ചെയ്ത ആൻസർ എത്രയാണ്? 0. അപ്പോൾ ഇവിടെ ബാക്കി ആര് മാത്രം? എൻ എ മാത്രം. ഇനി ഇവിടെ സിഗ്മ എക്സ് വൈയിൽ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഇൻറ്റു 0 വന്നാൽ ഈ പാർട്ട് 0 ആവും. 0 പ്ലസ് ബി എക്സ് സ്ക്വയർ. സോ ഇക്വേഷൻ എന്താവും? ബി എക്സ് സ്ക്വയർ ആവും. അത് മാത്രമാണ് ഞാനിവിടെ എഴുതിയത്. വെറുതെ ഒന്ന് ഇക്വേഷനിലോട്ട് കണ്ണോടിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിതൊന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ടു സോൾവ് ദിസ് പ്രോബ്ലം യു നീഡ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ യു വോണ്ട് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബി അറിയണമെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. ഇനി ബൈ ചാൻസ് നമുക്ക് കിട്ടിയ സിഗ്മ എക്സ് 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. ഈ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. ഇതേ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞത്. സോ ഐ എം ടേക്കിംഗ് വൺ പ്രോബ്ലം ആൻഡ് ട്രൈങ് ടു ഡു ദാറ്റ്. ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ടു ദ ഫോളോയിങ് സീരീസ് ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. സോ ഇവിടെ ട്രെൻഡ് കാണണം. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിക്കാനാണ് പറയുന്നത്. സോ 2 ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഒന്ന് ഇയർ ആയിരിക്കും, ഒന്ന് പ്രൊഡക്ഷൻ, അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ് അതായിരിക്കും. നമ്മൾ സ്വതവേ എക്സും വൈയും ആയിട്ട് എടുക്കൽ. ഇവിടെ നമ്മൾ ഇയറിനെ നമ്മൾ ടി എന്ന് മെൻഷൻ ചെയ്യണം. തന്നിരിക്കുന്നതിനെ വൈ എന്നുമാണ് മെൻഷൻ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ. അതേപോലെ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇയറിനെ നമ്മൾ ടി, പ്രോഫിറ്റിനെ നമ്മൾ വൈ. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇയറിനെ നമ്മൾ ടി, ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ വൈ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും എക്സും വൈയോ, ഇവിടെ എക്സ് ഇല്ല. അപ്പോൾ ടിയും വൈയുവാ തന്നത്. നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പ് ടീനെയും വൈനെയും എടുത്ത് മാറ്റി എഴുതണം. സോ ടീനെയും വൈനെയും ഞാനിത് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ 2 കോളം കിട്ടിയല്ലോ. സോ ടിയും കിട്ടി, വൈയും കിട്ടി. ഇവിടെ വൈയും കിട്ടി, ടിയും കിട്ടി, വൈയും കിട്ടി. ഓക്കെ, ഇനി അടുത്ത കോളം എക്സ് ആണ്. കണ്ട, എക്സ് ഈസ് ഈക്വൽ ടു. സോ നെക്സ്റ്റ് കോളം എക്സ് ആണ്. എക്സിന്
എക്സ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇതിൻ്റെ മിഡിൽ ഇയർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 ഉണ്ട്. അപ്പോൾ 3 ഇപ്പുറത്തും 3 ഇപ്പുറത്തും. അപ്പോൾ ബാക്കി മിഡിൽ സംഭവം ഏതാ? 2004. സോ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിൻ്റെ മിഡിലായിട്ട് വരുന്ന ഇയർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. സോ മിഡിലായിട്ട് വരുന്ന ഇയർ ഇതിൽ 2004 ആണ്. സോ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി മൈനസ് 2004. 2004 എന്നുള്ളത് ഇവിടെ, അത് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ മിഡിൽ ഏതാ വരുന്നത് അത് ഇവിടെ വന്നുകൊണ്ടിരിക്കും. ടി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോളമാണ് നമ്മുടെ ടി. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതും? ടി. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 2004. 2004 എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏതാണോ മിഡിൽ ഇയർ അതെടുക്കണം. സോ ടി ഈസ് ഈക്വൽ ടു 2001. 2001 മൈനസ് 2004 -3. അടുത്തത് 2002 മൈനസ് 2004 -2. പിന്നെ 2003 -1, ഇത് രണ്ട് 0 കിട്ടും. പിന്നെ അടുത്തത് 2005 മൈനസ് 2004 1 കിട്ടും. 2006 2 കിട്ടും. 2000 ഇങ്ങനെ കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 0. ബിക്കോസ് മിഡിൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ സിഗ്മ എക്സിൻ്റെ ആൻസർ ഇവിടെ 0 കിട്ടിയത്. ബിക്കോസ് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാ കേസിലും ഇവിടെ 0 അല്ലേ കിട്ടുക എന്നുള്ളതിന് നോ. ആ ഒരു കേസ് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലത്തെ നമ്പർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് 0 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എനിവേ ഈ ക്വസ്റ്റ്യനിൽ സിഗ്മ എക്സ് 0 ആണ് കിട്ടിയത്. അപ്പോൾ എക്സ് കോളം ഫില്ല് ചെയ്യാനും പഠിച്ചു. സിഗ്മ എക്സ് അപ്പം തന്നെ കണ്ടുവെക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് 0 ആണ്. സിഗ്മ എക്സ് 0 ആണ്. സോ നിങ്ങൾ വഴി എങ്ങനെ വേണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ ഇക്വേഷൻ ഇവിടെ എഴുതി കൊടുക്കുക. വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. പിന്നെ ഇവിടെ എഴുതുക സിഗ്മ എക്സ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6 7. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ എൻ ഈസ് ഈക്വൽ ടു 7. പിന്നെ സിഗ്മ വൈ എന്താ? സിഗ്മ വൈ നമുക്കറിയാം. ദിസ് ഇസ് വൈ കോളം. വൈ കോളത്തിൻ്റെ ടോട്ടൽ സിഗ്മ വൈ. സിഗ്മ വൈ 91. എൻ അറിയാം, എ നമുക്ക് അറിഞ്ഞൂടാ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എ കണ്ടുപിടിക്കാൻ പോകുന്നു. അടുത്തത് 91 ഡിവൈഡഡ് ബൈ 7. ഇത് ഇങ്ങോട്ട് വരും. ഇസ് ഈക്വൽ ടു എ. ദാറ്റ് ഇസ് 13 ആണ് എ കിട്ടുക. ഓക്കെ, ഇനി ഒരു ഇക്വേഷനും കൂടെ നമുക്കറിയാം. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇക്വേഷൻ ഇസ് സിഗ്മ. ഇതിൽ എക്സ് വൈ 0 ആണ്. 0 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു ബി സിഗ്മ എക്സ് സ്ക്വയർ. സോ ഇവിടെ നമുക്ക് എക്സും വൈയും വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സ് വൈ സിഗ്മ ആരെ കൂടെയുള്ള എക്സിൻ്റെയും വൈൻ്റെയും കൂടെ. സോ എക്സ് വൈ കാണണം. എക്സ് വൈ കാണാൻ എക്സും വൈയും നിങ്ങൾക്കറിയാം. ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ആ കോളം ടോട്ടൽ ചെയ്യുക. ഓക്കെ, റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇത് രണ്ട് ഇൻറ്റു ചെയ്യുക, സൈൻ അതേപോലെ ഇടണം, എന്നിട്ട് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ യു വിൽ ഗെറ്റ് സിഗ്മ എക്സ് വൈ. ഈ കോളം 18 ആണ്. ബി നമുക്ക് അറിഞ്ഞൂടാ. സിഗ്മ എക്സ് സ്ക്വയർ വേണം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെയാണ് സിഗ്മ. സോ പ്രിപ്പയർ 1 കോളം എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ. -3ൻ്റെ സ്ക്വയർ 9, -2ൻ്റെ സ്ക്വയർ 4, അങ്ങനെ എഴുതുക. അതിൻ്റെ ടോട്ടൽ ദാറ്റ് ഇസ് 28. ഇനി ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ 18/28 ഇങ്ങോട്ട് വരും. ഇസ് ഈക്വൽ ടു ബി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബി ഇസ് ഈക്വൽ ടു 0.64 കിട്ടും. എയും കിട്ടി, ബിയും കിട്ടി. ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കാം. ഈ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു എൻ്റെ പൊസിഷനിൽ 13 വരും പ്ലസ് ബി 0.64 എക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ട്രെൻഡ്, ഇതിന് നിങ്ങൾ വാല്യൂസ് കൊടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രെൻഡിന് വാല്യൂസ് കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വൈ എത്രയാണെന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഇങ്ങനെ എഴുതുക. വെൻ എക്സ് ഈസ് ഈക്വൽ ടു, എക്സിന് ഈക്വൽ ടു, നിങ്ങൾ ഈ ഒരു കോളം എടുക്കുക, എക്സിൻ്റെ കോളം എടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു -3. ഒന്നാമത്തെ കോളത്തിൽ എക്സ് -3 ആണ്. അപ്പോൾ എഴുതുക വൈ ഈസ് ഈക്വൽ ടു 13 പ്ലസ് 0.64. എക്സിൻ്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുക? -3. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പം ആദ്യം ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക, എന്നിട്ട് കിട്ടിയ ആൻസറിനെ ഇതിനെ കൊണ്ട് പ്ലസ് ചെയ്യുക. ഇവിടെ ചെയ്ത് തരുവാണെങ്കിൽ 0.64 ഇൻറ്റു -3 വരും. -2.36 ആണ് കിട്ടുക. അതിനെന്ത് ചെയ്യുക? 13നെ കൊണ്ട് പ്ലസ് ചെയ്യുക. യുവർ ആൻസർ വിൽ ബി
Okay, so 0.64 into negative 3, 0.19, negative 1.92 ആകിട്ട്. അപ്പം 13 പ്ലസ് നെഗറ്റീവ് 1.92 വരും, പ്ലസ് 13 വരുമ്പോൾ ഇറ്റ് ഇസ് 11.08 ആയിരിക്കും ഒന്നാമത്തെ ആൻസർ. ഓക്കെ, ശരി. അതേപോലെ ഇനി അടുത്തത് എഴുതാം. ഇതൊന്ന് അടുത്തത് എഴുതാം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു, എക്സിൻ്റെ കോളം എടുക്കുക. എക്സിൻ്റെ അടുത്ത വാല്യൂ എത്രയാണ്? നെഗറ്റീവ് 2. വെൻ എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2 എന്ന് എഴുതാം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു y is equal to 13 plus 0.64. എക്സിൻ്റെ പൊസിഷനിൽ എന്ത് വരും? നെഗറ്റീവ് 2 വരും. ഓക്കെ, നെഗറ്റീവ് 2. ഇങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം നെഗറ്റീവ് 2 ഇൻറ്റു 0.64 ആണ്. ചില കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ തെറ്റുന്നുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. സോ ആദ്യം ഇത് ഇൻറ്റു 0.64. ഐ ഡോണ്ട് നോ, ചില കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതെന്ന് മാത്രം. സോ ദാറ്റ് ഈസ് 11.72. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അൺടിൽ ഈ എക്സിൻ്റെ കോളത്തിൽ ഇവിടം വരെ ഓരോ വാല്യൂ ആയിട്ട് എക്സിന് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം അടുത്തത് എന്ത് വരും? വെൻ എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1. അടുത്തത് നെഗറ്റീവ് 1 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുക. ഇനി അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ കണ്ടുപിടിക്കുക, 1 ആണെങ്കിൽ കണ്ടുപിടിക്കുക, 2 ആണെങ്കിൽ കണ്ടുപിടിക്കുക, 3 ആണെങ്കിൽ കണ്ടുപിടിക്കുക. ഇത് മുഴുവനായിട്ട് കണ്ടുപിടിച്ച് വെക്കുക. ഇതിനാണ് ഈ ഫിറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ടു ദ ഫോളോയിങ് സീരീസ് എന്ന് പറയുന്നില്ലേ. സോ ഈ ഒരു സാധനമാണ് എഴുതാം. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ മോസ്റ്റ് ലൈക്ലി പ്രൊഡക്ഷൻ ഇൻ 2009. ഇവിടെ 2009 പ്രൊഡക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളോട് ഇത് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് 2007-9 എന്നൊക്കെ കാണുന്നത്. ഞാനിത് പഠിച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ എൻ്റെ അടുത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അല്ല. സോ 2002 നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത്. സോ 2002 ഞാനിത് പഠിച്ചത്. സോ ദിസ് വൺ ഇയർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2009 ട്രെൻഡാണ്. 9 എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ, അതായത് വൈ. 2009 വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയോ. ആദ്യം നിങ്ങൾ എഴുതുക. ഏത് ഇയർ ആണോ തന്നത് നോക്കുക. 2009 ആണ് ഇവിടെ തന്നത്. സോ ഇവിടെ നിങ്ങൾ എഴുതി നോക്കുക. എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് 2004 ആണ്. നമ്മൾ ഈ കണക്കിൽ 2004 ആണ് മിഡിൽ ഇയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടി എത്രയാണ് തന്നെ? 2009 ആണ് അല്ലേ. 2009 കണ്ടുപിടിക്കേണ്ടത്. 9 എന്ന് പറഞ്ഞാൽ ഇയർ ആണ്. ഇയറിനെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുന്ന? ടി. സോ 2009 മൈനസ് 2004 ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് 5. അപ്പോൾ എക്സ് എത്രയാണെന്ന് കിട്ടി? 5. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ ഇവിടെ എഴുതുക. വൈ ഈസ് ഈക്വൽ ടു 13 പ്ലസ് 0.64x. അപ്പോൾ എക്സ് എത്രയാണ് ഇവിടെ? 5. അപ്പോൾ ഇത് എഴുതാം. 13 പ്ലസ് 0.64 ഇൻറ്റു 5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16.20 കിട്ടും. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ എന്തിൻ്റെ ആൻസർ? 2009 എത്രയാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ട ആൻസറാണ് ഇത്. അടുത്തത് ഫോളോയിങ് ആർ ദ ആനുവൽ പ്രോഫിറ്റ്. ഇവിടെ ഇയറും തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ ടിയും ഒന്നിൻ്റെ വൈയും ആയിട്ട് എടുക്കുക. മിഡിൽ നോക്കിയാട്ടെ 1 2 3 4 5 6 7 ഉണ്ട്. അപ്പോൾ 3 ഇപ്പുറത്തും 3 ഇപ്പുറത്തും. അപ്പോൾ ഇവിടെ മിഡിൽ ഏജ് എന്ന് പറഞ്ഞാൽ 2005 ആയിരിക്കും. ഇവിടെ 2004 കിട്ടിയ സ്ഥലത്ത് ഇവിടെ എന്താ കിട്ടിയത്? 2005. യൂസിങ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതേപോലെ തന്നെ 2009 എസ്റ്റിമേറ്റഡ് ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. പ്ലോട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പ്ലോട്ട് ചെയ്തിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല. പ്ലോട്ട് ചെയ്യാൻ ചോദിക്കൂലാന്ന് തോന്നുന്നു. അപ്പോൾ ടിയും എഴുതി, വൈയും എഴുതി. ഓക്കെ, നൗ യു വാണ്ട് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഇയർ എടുക്കുക. എന്നിട്ട് ടി 2002 മൈനസ് 2005 അങ്ങനെ എക്സ് കണ്ടുപിടിക്കുക. അറിയാലോ എക്സ് കണ്ടുപിടിക്കാൻ. ടി മൈനസ് 2005 ആണ്. 2005 മിഡിലാണ്. ടി എന്ന് പറഞ്ഞാൽ 2002 മൈനസ് 2003 മൈനസ് 2005. അങ്ങനെ നമുക്ക് ഈ കോളം കിട്ടും. ഈ കോളം ടോട്ടൽ ചെയ്യുക. ഈ കോളം ടോട്ടൽ ചെയ്താൽ സിഗ്മ എക്സ് കിട്ടും. സിഗ്മ എക്സ് 0 ആണെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുക. അപ്പോൾ സിഗ്മ വൈ ആണല്ലോ. അപ്പോൾ വൈൻ്റെ കോളം ടോട്ടൽ ചെയ്യണം. അപ്പോൾ വൈൻ്റെ കോളം ടോട്ടൽ ചെയ്തു 532 കിട്ടും. അപ്പോൾ ഞാനിവിടെ എഴുതി സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ. അപ്പോൾ 532 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 7a. ഇനി ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് 76. അടുത്ത ഇക്വേഷൻ ഇതാണ്. സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. സോ യു നീഡ് സിഗ്മ എക്സ് വൈ. സോ ഒരു കോളം ഉണ്ടാക്കുക എക്സിനും വൈക്കും. എക്സും വൈ എങ്ങനെ ചെയ്യും? ദിസ് ഈസ് യുവർ എക്സ് ആൻഡ് ദിസ് ഈസ് യുവർ വൈ. എക്സും വൈയും ഇൻറ്റു ചെയ്യുക. എക്സും വൈയും ഇൻറ്റു ചെയ്യുക. അല്ല ഇത്
ടോട്ടൽ കാണാം. ഓക്കെ, സോ ഈ ഒരു കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോളമാണ് 136. സോ 136 ഈസ് ഈക്വൽ ടു ബി നമുക്ക് അറിഞ്ഞുകൂടാ, സിഗ്മ എക്സ് സ്ക്വയർ കാണാം. സോ ദിസ് ഈസ് യുവർ എക്സ്, എക്സിനൊക്കെ എക്സ് എന്നൊക്കെ എഴുതണേ, എക്സ് സ്ക്വയർ കാണാം, അതിൻ്റെ ടോട്ടൽ എടുക്കുക, ദാറ്റ് ഇസ് 28. സോ 28, സോ ബി ഈസ് ഈക്വൽ ടു 136 ഡിവൈഡഡ് ബൈ 28 വരും. 136 ഡിവൈഡഡ് ബൈ 28 യു വിൽ ഗെറ്റ് ദിസ് വൺ. സോ യു സി ഇവിടെ അമ്മേ തൊണ്ട കുറച്ച് ഡ്രൈ ആയിട്ട്, ഐ ആം സോ സോറി. സോ ഹിയർ എ ഈസ് ഈക്വൽ ടു 76 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 0.486. സോ വാട്ട് ഇസ് യുവർ ഇക്വേഷൻ? y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. സോ y എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, എ എന്ന് പറഞ്ഞാൽ അറിയാം, എ എത്രയാ 76 പ്ലസ് ബി അറിയാം 4.86x. ദിസ് ഈസ് യുവർ ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ട? ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതവിടെ നോക്കിക്കോ, എക്സ് ആദ്യം -3 ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ -3 ഇട്ട് ചെയ്യുക. അറിയാലോ, ഇത് ഞാൻ ഓൾറെഡി നേരത്തെ കണക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അതേപോലെ ഇത് തീരുന്ന വരെ ഇവിടെ 3 വരെ നമ്മൾ ഇത് ചെയ്യുന്നു. സോ ഫിറ്റിംഗ് ഓവർ. പിന്നെ ചോദിച്ചിരിക്കുന്നത് 2009 പ്രോഫിറ്റ് എത്രയാണ്? 2009 ചോദിച്ചാൽ അപ്പോൾ ആദ്യം എന്ത് കാണണം? എക്സ് കാണണം 2009. അതിന് 2009 മൈനസ് ഏതാ നമ്മളിവിടെ എടുത്തിരിക്കുന്ന മിഡിൽ ഏജ് 2005 കണ്ട 4 കിട്ടും. സോ എക്സിൻ്റെ പൊസിഷനിൽ ഇതാ, എക്സിൻ്റെ പൊസിഷനിൽ 4 ഇട്ടിട്ട് ചെയ്യാം. എക്സിൻ്റെ പൊസിഷനിൽ 4 ഇട്ടിട്ട് ചെയ്യാം. എക്സിൻ്റെ പൊസിഷനിൽ 4 ഇട്ടത് ഈ ഇക്വേഷനിൽ എക്സിൻ്റെ പൊസിഷനിൽ 4 ഇട്ട് ചെയ്താൽ 2009 എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. പിന്നെ ഇത് ഗ്രാഫിൽ വരുന്നതാ, നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ട്, വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിരിക്കുന്നുണ്ട്, കമ്പ്യൂട്ട് ദ ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്ലക്ച്വേഷൻസ് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ആക്ച്വൽ വാല്യൂ ഇവിടെ പ്ലോട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ വൈ, ക്വസ്റ്റ്യനിലൊരു വൈ തന്നിട്ടില്ലേ, അതിവിടെ എഴുതുക. നിങ്ങൾ കണ്ടുപിടിച്ച വൈൻ്റെ വാല്യൂസ് ഇവിടെ എഴുതുക, ട്രെൻഡ് വാല്യൂസ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഫ്ലക്ച്വേഷൻസ് അടുത്തതിൽ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമ്മളെ ട്രെൻഡ് വാല്യൂസ് ആണ്, ഇത് നമ്മുടെ ആക്ച്വൽ വാല്യൂസ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, കുറച്ച് ഫാസ്റ്റിലാണ് പോകുന്നത്, എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അഗെയിൻ ഇയർ ആൻഡ് പ്രൊഡക്ഷൻ ഇസ് ഗിവൺ, ഫസ്റ്റ് കോളം ഇസ് ടി ആൻഡ് സെക്കൻഡ് കോളം ഇസ് വൈ ആൻഡ് മിഡിൽ എന്താ വരുന്നത്? സി മിഡിൽ അഗെയിൻ ഇറ്റ് ഇസ് 2005 ആണ് മിഡിൽ വരുന്നത്, ഇപ്പുറത്ത് 3 ഇപ്പുറത്ത് 3. സോ എക്സ് എന്നുള്ള കോളം കാണാൻ ഇനി ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, ആരും പഠിപ്പിക്കേണ്ടല്ലോ, വേണ്ട. എക്സിൻ്റെ ടോട്ടൽ ചെയ്ത് നോക്കുക, എക്സിൻ്റെ ടോട്ടൽ ചെയ്താൽ 0 ആണ് കിട്ടുന്നതെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ പുല്ലുപോലെ ചെയ്യും, റൈറ്റ്? ഈസിയിൽ ചെയ്യൂലേ? ഇത് സിഗ്മ വൈ അറിയാം, വൈൻ്റെ ടോട്ടലാണ്, എൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എണ്ണണം. എക്സ് വൈ നിങ്ങൾക്ക് അറിയാം, എക്സും വൈ ഇൻറ്റു ചെയ്യണം, അതിനെ സിഗ്മ ടോട്ടൽ ചെയ്യണം. ബി അറിഞ്ഞൂടാ, സിഗ്മ എക്സ് സ്ക്വയർ യു നോ വാട്ട് ഇസ് എക്സ് സ്ക്വയർ ആണ്, അതിൻ്റെ ടോട്ടൽ ചെയ്യുക. സോ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എയും കിട്ടും ബിയും കിട്ടും. എയും ബിയും കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എയും ബിയും കിട്ടിയാൽ അടുത്തും ഇതിനെ ഇങ്ങനെ ഒരു ഇക്വേഷനിലോട്ട് മാറ്റി എഴുതും. ഇവിടെ എ കിട്ടിയിരിക്കുന്നത് 89 ആണ്, ബി കിട്ടിയിരിക്കുന്നത് 2 ആണ്. സോ ഇതിനെ ഇങ്ങനെ മാറ്റിയിട്ട് എഴുതും. ദെൻ പിന്നെന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ വാല്യൂസ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും, റൈറ്റ് അല്ലേ? ഓരോസിനും വാല്യൂസ് ഫിറ്റ് ചെയ്യും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യുക. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ മന്ത്ലി ഇൻക്രീസ് ഇൻ ഓക്കെ, മന്ത്ലി ഇൻക്രീസ് എന്ന് വെച്ചാൽ ഈ ട്രെൻഡ് വാല്യൂ കിട്ടുമല്ലോ. ഇതെവിടുന്ന ട്രെൻഡ് വാല്യൂ കിട്ടിയ എടാ, ഇത് ഇതുപോലെ ചെയ്തിട്ട് കിട്ടുന്ന സാധനത്തിനാണ് ട്രെൻഡ് വാല്യൂ എന്ന് പറയാം. ഞാൻ അവിടെ ഹെഡിങ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നല്ലോ ഒന്നിലും. ഇത് ട്രെൻഡ് വാല്യൂ ആണ്, പറഞ്ഞെന്ന് തോന്നുന്നല്ലോ, പറഞ്ഞെന്ന് തോന്നുക. ഇതൊന്നും ഐ ആം നോട്ട് റിമെമ്പറിങ്. ഇതാണേ ട്രെൻഡ് വാല്യൂ. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ട്രെൻഡ് വാല്യൂ അല്ലേ? ദിസ് ഈസ് അവർ ട്രെൻഡ് വാല്യൂ കേട്ടോ, പറഞ്ഞോന്നൊരു സംശയമുണ്ട്. സോ ട്രെൻഡ് വാല്യൂസ് കിട്ടും. ട്രെൻഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മന്ത്ലി എത്ര ഇൻക്രീസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്, മന്ത്ലി. ബട്ട് ഈ കോളം ഇയർലി ആണെന്ന് പറയുന്നത്. സോ 2002 2003 വരുമ്പോൾ ഇവിടെ 2 ആൻഡ് അഗെയിൻ ഹിയർ ഇറ്റ് ഇസ് 2, അഗെയിൻ ഹിയർ ഇറ്റ് ഇസ് 2. സോ എവറി ഇയർ 2 ഇൻക്രീസ് ചെയ്ത് വരുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? 2 കൂടുന്നുണ്ട്. ബട്ട് ഹിയർ ചോദിച്ചിരിക്കുന്നത് മന്ത്ലി ഇൻക്രീസ് ആണ്. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇവിടെ തന്നിരിക്കുന്നത്, പ്രൊഡക്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് ഇൻ 1000 ടൺസിലാണ്. സോ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2000 എന്നാണ് അല്ലേ? ഇവിടെ ഇൻ ടൺസ് എന്നല്ലേ തന്നത്, 1000 ടൺസ്, ഇൻ 1000 ടൺസ്. സോ 2000 ആണ് ശരിക്കും. അപ്പോൾ 2000 എന്ന് പറയുന്നത് 12 മാസത്തേക്കാണെങ്കിൽ ഒരു മാസത്തേക്ക് എത്ര ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ ഇത് കിട്ടും കേട്ടോ.
നെക്സ്റ്റ് എലിമിനേറ്റ് ദ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇതിൽ നിന്ന് ഇതാ എലിമിനേറ്റ് ചെയ്യാന്ന്, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. 77 - 83 88 ട്രെൻഡ് എലിമിനേറ്റഡ് വാല്യൂസ് ജസ്റ്റ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് മൈനസ് ചെയ്ത് കൊടുത്ത് ഏത് ഇതിൽ നിന്ന് ഇത് ഈ ട്രെൻഡ് വാല്യൂ ഇവിടുന്ന് കിട്ടിയ നമ്മളിത് ഇതേപോലെ ഇവിടെയും ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും. എന്നിട്ട് വേണം ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാൻ. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ടു ട്രെൻഡ് എലിമിനേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ എലിമിനേറ്റ് ദ ട്രെൻഡ് എന്നാണെങ്കിൽ ഇതാ ഈ മോഡലിൽ ചെയ്യണം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്പ്യൂട്ട് ദ ട്രെൻഡ് വാല്യൂ. അഗെയിൻ ഇറ്റ് ഈസ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഓൾസോ ഇവിടെ 2009 കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കുക. ഇയർ ടി ആണ്, നമ്പർ ഓഫ് ഷീപ്സ് വൈ ആണ്. സോ ഈ രണ്ട് കോളം നിങ്ങൾക്കറിയാം. അടുത്തത് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മിഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കും 1 2 3 4 5 6 7 8 8 ഉണ്ട്. 8 മിഡിൽ ഏതാടോ? ഈ 2 മിഡിൽ വരും. ഇതിപ്പോൾ 3 ഇതും 3 അത് കഴിച്ചിട്ട് ഇവിടെ 2 ഉണ്ട്. ഇങ്ങനെ 2 മിഡിൽ വന്നാൽ നിങ്ങൾ ആ 2 എടുക്കുക. 2003 പ്ലസ് 2004 ചെയ്യുക, 4007 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, ആവറേജ് എടുക്കുക. അപ്പോൾ 2003.5 ആയിരിക്കും മിഡിൽ ഏജ്. ഇതെന്താ സംഭവം? ഇത് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 9 ഒന്നുമില്ല 8 1 2 അതായത് ഈവൺ നമ്പർ ആയിരിക്കും. ഇരട്ട സംഖ്യകൾക്കാണ് മിഡിൽ കറക്റ്റ് ഉണ്ടാവാണ്ടിരിക്കുക. 1 2 3 4 5 6 7 8 8. സോ 8 പ്രത്യേകിച്ചിട്ട് ഒരു ഇയറിന് മിഡിൽ പറയാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ടേക്ക് 2 ഇയർ. ആ 2 ഇയർ എടുക്കുക, ആവറേജ് കാണാം. എങ്ങനെ ആവറേജ് കാണാം? 2003 പ്ലസ് 2004 ചെയ്യുക, 2 ആഡ് ചെയ്ത്. സോ ഡിവൈഡ് ബൈ 2 യു വിൽ ഗെറ്റ് 2003.5. 2003.5 ആയിരിക്കും ഇവിടെ നമ്മൾ മൈനസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനം. കണ്ട ടി മൈനസ് 2003.5 ഇവിടെ. ഓക്കെ, നൗ ലെറ്റ് സി ഈ കോളം എക്സ് എങ്ങനെ കിട്ടുക? ടി മൈനസ് 2003.5 ഇവിടെ ഇൻറ്റു 2 കാണാം. അതെന്തിനാന്ന് പറയാം. അപ്പം ഞാനിവിടെ ചെയ്യുവാണ്. ടി മൈനസ് 2003 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോളം 2000 ആണ്. 2000 മൈനസ് 2003. ഒന്നാമത്തെ കോളം 2000 ആണ് ഇയർ. 2000 മൈനസ് 2003.5 -3.5. അതിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻറ്റു 2 ചെയ്തത്. ഇൻറ്റു 2 ചെയ്താൽ അത് -7 ആവും, റൗണ്ട് ഫിഗർ ആവും. അതിനു വേണ്ടി അടുത്തത് ചെയ്ത് നോക്കുക. അടുത്തത് 2001 ആണ്. സോ കാണുന്നുണ്ടല്ലോ 2001 മൈനസ് 2003.5 -2.5 കിട്ടും. സോ അതിനാ ഇൻറ്റു 2 ചെയ്താൽ 5 ആയി, റൗണ്ട് ഫിഗർ ആയി. അടുത്തേയും കൂടി ഞാൻ ചെയ്തുതരാം. അടുത്ത 2002 ആണ്. 2 മൈനസ് 2003.5 ഇത് കിട്ടും. ഇതിനെയും നമ്മൾ ഇൻറ്റു 2 ചെയ്യുവാണെങ്കിൽ -3. ഇതിനെ ഇൻറ്റു 2 ചെയ്യുന്നത് ആ പോയിൻറ്റിനുള്ള ഡെസിമൽ പാർട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതും അഗെയിൻ ഇതിൻ്റെ ടോട്ടൽ സിഗ്മ എക്സിൻ്റെ ടോട്ടൽ 0 കിട്ടുക. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ബാക്കി നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നത്. ഇവിടെ പിന്നെ ചോദിച്ചിരിക്കുന്നത് 2009 2009 എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കിപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതുവരെ നിങ്ങൾക്കിപ്പോൾ ചെയ്യാനറിയാം. ഇതും നിങ്ങൾക്ക് ചെയ്യാനറിയാം. എന്ത്? ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാനും അറിയാം. ഇത് ട്രെൻഡ് വാല്യൂ എന്ന് എഴുതണം കേട്ടോ. ട്രെൻഡ് വാല്യൂ. സോ ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാനും അറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2009 ചോദിച്ചിട്ടുണ്ട്. 2009 എന്ന് പറയുമ്പോൾ 2009 എക്സ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 2009 മൈനസ് 2003.5 ഇൻറ്റു 2. അതെന്തിനാ ഇൻറ്റു 2? നമ്മുടെ ആ ഒരു പോയിൻ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എക്സ് നമുക്ക് 11 കിട്ടും. എക്സ് 11 കിട്ടിയാൽ അതെന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തത് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും കൂടി ചെയ്യും. അടുത്തത് 2003 നിങ്ങളോട് ഒറിജിനായിട്ട് എടുക്കാൻ പറയുന്നു. അതായത് ഇവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 2003 എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ എല്ലാത്തിൻ്റെയും മിഡിൽ ഏജാണ് എടുത്തത്. മിഡിൽ ഇയർ ആണ് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ എന്തെടുക്കണം? 2003 എടുക്കണം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2003 തന്നെ എടുക്കണം. ഓക്കെ, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. സോ ഇയർ തന്നിട്ടുണ്ട്, ഇയറും എഴുതാം, വാല്യൂവും എഴുതാം.
ടി എന്ന് പറഞ്ഞാൽ 1999 മൈനസ് 2003, 2001 മൈനസ് 2003, 2002 മൈനസ് 2003. സോ 2003നെ ഒറിജിൻ ആക്കി വെച്ചിട്ട് എടുക്കുക, ഡീവിയേഷൻ അതിൽ നിന്ന് കാണാം. ഇങ്ങനെ ചെയ്യുമ്പം ഇവിടെ നമുക്ക് നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയ, സിഗ്മ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയ 1, 0 ആണോ അല്ല. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, സോ അതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഒന്നുമില്ല പറയാൻ, അത് വലിയ കാര്യമൊന്നുമില്ല പറയാൻ. സോ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ വീണ്ടും ഇവിടെ എഴുതുകയാണ്. ഇസ് ഈക്വൽ ടു NA പ്ലസ് സിഗ്മ ബി സിഗ്മ എക്സ്. ബീൻ്റെ കൂടെ സിഗ്മ എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, ബി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാണ്. സോ ബീൻ്റെ കൂടെ സിഗ്മ വരില്ല. സോ ബി സിഗ്മ എക്സ്. സോ ഇവിടെ നമുക്ക് സിഗ്മ വൈ വേണം. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ ടോട്ടൽ 11, 20. N വേണം 1, 2, 3, 4, 5, 6, 7. N 7 ആണ്. എ വേണം. എ എന്താ, ഇത് എളുപ്പമല്ലേ ചെയ്യാൻ, സ്കിപ്പ് ചെയ്ത് പോകണ്ടേ. എ നമുക്ക് അറിഞ്ഞൂടാ. പ്ലസ് ബി നമുക്ക് അറിഞ്ഞൂടാ. സിഗ്മ എക്സിൻ്റെ ടോട്ടൽ ദാറ്റ് ഇസ് 1 നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് 2 വേരിയബിൾസ് ആർ ദയർ. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു വേരിയബിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ യു ട്രീറ്റ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നൗ നെക്സ്റ്റ് ഇക്വേഷൻ ഞാനിവിടെ എഴുതുവാണ്. നെക്സ്റ്റ് ഇക്വേഷൻ ഈസ്, ഞാനിവിടെ എക്സ് വൈ അല്ലേ, സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. സോ സിഗ്മ എക്സ് വൈ വേണം. സോ എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ ചെയ്യുക, ഈ ഒരു കോളം ടോട്ടൽ ചെയ്യുക. ദാറ്റ് ഇസ് 4, 1, 2 ഇസ് ഈക്വൽ ടു എ നമുക്ക് അറിഞ്ഞൂടാ, സിഗ്മ എക്സ് നമുക്കറിയാം 1 ആണ്. 1 ആയതുകൊണ്ട് അവിടെ എഴുതണ്ട. ബി നമുക്ക് അറിഞ്ഞൂടാ, സിഗ്മ എക്സ് സ്ക്വയർ മീൻസ് എക്സ് സ്ക്വയർ കാണാം, അതിന് സിഗ്മ ചെയ്യുക, അതിനെ ടോട്ടൽ ചെയ്യുക. ദിസ് ഇസ്, ഇവിടെ ഞാൻ 51B എന്ന് എഴുതുവാണ്, 51B. സോ യു വിൽ ഗെറ്റ് ഇക്വേഷൻ നമ്പർ 2. ഇത് 2 സോൾവ് ചെയ്തിട്ട് വേണം എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ. മറ്റേ കേസിലാണെങ്കിൽ ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ വാല്യൂയും കിട്ടും, ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബീൻ്റെ വാല്യൂയും കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത് എ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്, ഇത് ബി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണെന്ന് പറയാണ്ടിരുന്നത്. ഇത് എ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എപ്പം മാത്രമേ ആവൂ, ഇഫ് സിഗ്മ എക്സ് 0 ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എ കിട്ടും, സിഗ്മ എക്സ് 0 ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ബിയും കിട്ടും. ബട്ട് സിഗ്മ എക്സ് 0 അല്ലെങ്കിൽ ഇത് 2 ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് ഞാൻ എപ്പോൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കഴിഞ്ഞ സെമ്മിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ ഇവിടെ രണ്ടും, ഈ എയും ബിയും ഒന്നിക്ക് എയിലെ 2 നമ്പേഴ്സ് ഒരു വേല ആക്കണം. ഇവിടെ 7 ആണ്, അപ്പോൾ ഇവിടെ എന്താക്കണം, 7 ആക്കണം. ഇപ്പോൾ ഇവിടെ 7 ആക്കാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എല്ലാ വാരിയബിൾസിനെയും എല്ലാ നമ്പേഴ്സിനെയും, ഈ ഭാഗത്തുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 412 × 7 that is 2884 is equal to 7a അല്ലേ. 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 51b ആണുള്ളത്. സോ 51 × 7 357b കിട്ടും. ഓക്കെ, ദിസ് ഈസ് യുവർ ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ ഒന്നുകൂടെ താഴെ എടുത്ത് എഴുതുവാണ്, 7a + b. ഇനി ഇവിടുന്ന് ഇത് രണ്ടും മൈനസ് ചെയ്യുവാണെങ്കിൽ, 3ന്ന് 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗം 7a - 7a എത്രയാ, 0 ആവും അല്ലേ. സോ എല്ലാം മൈനസ് ചെയ്യുക. 2884 - 1120 1764 അല്ലേ. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഇത് എ എന്നുള്ള പാർട്ട് 0 ആവാൻ വേണ്ടി ഇവിടെ എല്ലാത്തിനും ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി ഈ പാർട്ടാണ് 0 ആവണമെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്താൽ മതി, മേലേത്തേന് എല്ലാത്തിനും എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 51 കൊണ്ട്. ബട്ട് എനിക്കിത് നല്ലതാണെന്ന് തോന്നി, ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2നെ 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ച്. ഇക്വേഷൻ നമ്പർ 1ന് അതേപടി ഞാനെടുത്ത് താഴെ എഴുതി. ഇപ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ ഇത് മൈനസ് ചെയ്യണ്ടല്ലേ, 7a - 7a = 0. സോ ഇത് മൈനസ് ചെയ്തു. ഇവിടെ ഞാൻ ഇതും മൈനസ് ചെയ്യാൻ പോവാണ്. 357. ഓക്കെ, ഇവിടെ മൈനസ്, ഇവിടെ 1 ആയിരിക്കും. ദാറ്റ് ഈസ് 356b എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാം. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബി കിട്ടും. ബി ഈസ് ഈക്വൽ ടു ഇവിടെ ബി ഇവിടെ ഇൻറ്റു ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും.
356 is equal to B. So 1764 divided by 356. So that is 4.96. ശരിയല്ലടാ 4. B is equal to 4.96 കിട്ടി. ഇനി എ കണ്ടുപിടിക്കാൻ ബീൻ്റെ വാല്യൂ, ഇത് ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. ഇക്വേഷൻ നമ്പർ 1ൽ ബീൻ്റെ വാല്യൂ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടും 1120 is equal to 7a plus b എന്ന് പറഞ്ഞാൽ 4.96. സോ ഇത് സോൾവ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പം 1120 മൈനസ് 4.96, that is 1115.04 is equal to 7a. ഇനി എ ഇവിടെ വെക്കുക, ഇത് ഡിവൈഡഡ് ബൈ, ഇതിന് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 7 ആവും. സോ എ ഈസ് ഈക്വൽ ടു 159.3 വരും. ഓക്കെ, ചെറിയ വ്യത്യാസമുണ്ട് ടെക്സ്റ്റ് ബുക്കിലും എൻ്റെയും തമ്മിൽ ചെറിയ എന്തോ വ്യത്യാസം, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിവേ 159 കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എയും ബിയും കിട്ടി. എയും ബിയും കിട്ടിയ ബാക്കി ആസ് യൂഷ്വൽ സെയിം തന്നെ. ഇനി ഇക്വേഷൻ നിങ്ങൾ എഴുതുക. ഇതാണ് നമ്മളെ ഇക്വേഷൻ. y is equal to a plus bx. എയും കിട്ടി, ബിയും കിട്ടി, എക്സ് കൂടി എഴുതുക. ഇനി എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കുക? എക്സിന് ഈ ഒറ്റ വാല്യൂസും കൊടുക്കുക ചെയ്യുക. നമ്മൾ ഏകദേശം എല്ലാ പ്രോബ്ലവും ചെയ്തിട്ടുണ്ട്. ഇനി ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതുവാണ്. ട്രെൻഡ് വാല്യൂസ് സെറ്റ് ചെയ്യാനുള്ള ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. y is equal to, ഈ കിട്ടുന്ന y എന്ന് പറഞ്ഞാൽ ട്രെൻഡ് വാല്യൂസ് ആണ്. y is equal to a plus bx എന്നാണ് ആ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ ഇട്ടിട്ടാണ് ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിന് നമുക്ക് എയും അറിയണം, ബിയും അറിയണം. അതിനു വേണ്ടി നമ്മളെ കയ്യിൽ 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് സിഗ്മ, പറഞ്ഞുകൂടാ, സിഗ്മ y ആണ്. പിന്നെയോ NA പ്ലസ് ബി സിഗ്മ എക്സ്. ഓക്കെ, ബി സിഗ്മ എക്സ്. അടുത്തത് സിഗ്മ എക്സും വൈയും ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി, ഇവിടെ ബി തന്നെ, ഇവിടെ എക്സ് വരുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ എൻ്റെ കൂടെ n ആണ്, ഇവിടെ എൻ്റെ കൂടെ സിഗ്മ എക്സ് ആണ്. ഇവിടെ എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് വെക്കുക. ഇനി അടുത്തത്, ഈഫ് സിഗ്മ എക്സ് 0 ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഇക്വേഷൻ സിഗ്മ വൈ ഈസ് ഈക്വൽ ടു NA എന്നും ആവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. അടുത്ത ഇക്വേഷൻ സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു ബി സിഗ്മ എക്സ് സ്ക്വയർ എന്നാവും. ഇതിൽ നിന്ന് നമുക്ക് എന്തും കിട്ടും? ബിയും കിട്ടും. ഇഫ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലാത്ത കേസിൽ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്. ലാസ്റ്റ് മെത്തേഡ് അനാലിസിസ് ഓഫ് ടൈം സീരീസിൻ്റെ ലാസ്റ്റ് മെത്തേഡ്.